പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരു നിമിഷത്തെ ഓർത്ത് നമുക്ക് ഓരോരുത്തർക്കും നന്ദിയുള്ളവരായിട്ട് തീരാം. എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിച്ച ഈ നിമിഷത്തിൽ അവൻ്റെ കൂടെയായിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ഒരു യാമത്തിൽ നമുക്ക് എന്തുകൊണ്ടോ പറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തെ ഓർത്ത് നമുക്ക് ഓരോരുത്തർക്കും കൃതജ്ഞതയുള്ളവരായിട്ട് തീരാം. സ്നേഹമുള്ളവരെ, ഇന്ന് വിചിന്തനത്തിനായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് എത്രത്തോളം തമ്പുരാൻ കരുണയുടെ മിഴിയോടുകൂടി നമ്മൾ ഓരോരുത്തരെ നോക്കുന്നു എന്നുള്ള കാര്യമാണ്. സങ്കീർത്തനം 103:8 പറയുന്ന പ്രകാരമാണ്, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. എത്രത്തോളം കാരുണ്യത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും തമ്പുരാൻ ആ വഴിയിൽ നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ ഇതേ അനുഭവത്തിൽ, ഇതേ മനോഭാവത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിലെ ആദ്യത്തോട് തമ്പുരാൻ ചോദിക്കുന്നൊരു കാര്യം, നീ എവിടെയാണ്? തൻ്റെ ജീവിതത്തിലെ ആ ഒരു പാപഹേതു കൊണ്ട്, ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഓടി ഒളിക്കാൻ പരിശ്രമിക്കുമ്പോൾ തമ്പുരാൻ അതെല്ലാം മറന്ന് ആ ഒരു സ്നേഹത്തെ തേടിയിട്ട് കടന്നു വരുന്നുണ്ട്. അവിടെ ചോദിക്കുന്നത്, ആദം നീ എവിടെയാണ്? നീ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യത്തിൽ ആ ഒരു മനസ്സറിഞ്ഞ് ആ ഒരു സ്നേഹത്തിലേക്ക് അവിടുന്ന് നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ചോദ്യം എൻ്റെ ജീവിതത്തിലും പലപ്പോഴും ആവർത്തിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സാഹചര്യങ്ങൾ, നമ്മുടെ പാപാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും ഈ സ്നേഹത്തിൽ നിന്ന് തെന്നിമാറിപ്പോകുന്ന ഓരോ നിമിഷവും തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ നോക്കിയും ആവർത്തിക്കുന്നുണ്ട്. നീ എവിടെയാണ് മകനെ? നീ എവിടെയാണ് മകളെ? ഒരു പക്ഷേ ഒരു അന്വേഷണത്തിനപ്പുറത്തോട്ട് സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണത്. ഇത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഉടനീളം കാണാൻ പറ്റുന്നുണ്ട്. ദൈവത്തിൻ്റെ മിഴികൾ, അതിലുപരി കരുണയുടെ മിഴികൾ തൻ്റെ ജനത്തിൻ്റെ പുറകെ, അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ കൂടെ എന്നും തമ്പുരാൻ സ്ഥാപിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ ഇടങ്ങളിൽ ഈ കരുണയുടെ മിഴികളോടുകൂടി തമ്പുരാൻ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ സമൂഹം അംഗീകരിക്കാത്തവരായിരിക്കാം, അല്ല തൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ വേദന അനുഭവിച്ചുകൊണ്ട് അവർ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയ മനുഷ്യരായിരിക്കാം. അവരെല്ലാവരെയും ഈ കരുണയുടെ മിഴിയോടുകൂടി തമ്പുരാൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും പലപ്പോഴും ഈ അന്വേഷണത്തോടെ, ഈ സ്നേഹത്തിൻ്റെ പാരമ്യത്തോടുകൂടി തമ്പുരാൻ പലപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ആ ഒരു ക്ഷണം സ്വീകരിച്ച് എനിക്ക് ആ ഒരു കാരുണ്യത്തിൻ്റെ തണലിൽ ആകാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതവും രൂപാന്തരത്തിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും കൃപയും എൻ്റെ ജീവിതത്തിലൂടെയും മറ്റുള്ളവരിലേക്ക് ചൊരിയാൻ എനിക്ക് എത്രമാത്രം പറ്റുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു തിരുവോസ്തിയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ എവിടെയായിരുന്നാലും, എത്രയൊക്കെ വിദൂരത്താണെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവിടുന്ന് എനിക്ക് തന്ന ക്ഷണം സ്വീകരിച്ച നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അതെത്രയേ ഉള്ളൂ, അവിടുത്തെ കൂടെ ആയിരിക്കാൻ അവിടെ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിലായിരിക്കാൻ തമ്പുരാൻ ഓരോ നിമിഷവും നമ്മളോട് ആവർത്തിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സർവവും തമ്പുരാന് കൊടുക്കുമ്പോൾ, എൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് തമ്പുരാന് വിട്ടുകൊടുക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ചേർത്ത് പിടിച്ചു എന്നുള്ള കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ സക്കേവൂസിൻ്റെ ആ ഒരു ഭമയിൽ സക്കേവൂസ് തൻ്റെ ജീവിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്
ഒരിക്കലെങ്കിലും മറ്റുള്ളവർ അത്രത്തോളം പ്രകീർത്തിച്ചത് കൊണ്ട് മാത്രം ഈശോയെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും തൻ്റെ ശാരീരികമായിട്ടുള്ള പരിമിതികൾ കൊണ്ടും അല്ലെങ്കിൽ താനായിരുന്നു അല്ലെങ്കിൽ താൻ എന്താണ് എന്ന ബോധത്തിൽ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആ ഒരു മനുഷ്യൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടാൽ, ഞാൻ ഈ ഗുരുവിനെ കണ്ടാൽ എൻ്റെ ജീവിതം മാറി മറിയും എന്നുള്ള ബോധ്യം ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പരിമിതികളിൽ പിന്നെയും ആശ്രയിച്ചുകൊണ്ട് ആ ഒരു സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ദൂരെ കൂടെ കടന്നു വരുന്ന ദൈവത്തെ കാണാൻ, ഈശോയെ കാണാൻ വേണ്ടി ആ മനുഷ്യൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അന്ന് ഈശോ ആ ഒരു മരത്തിൻ്റെ കീഴിൽ കടന്നു വന്നിട്ട് സക്കേവൂസിനോട് പറയുന്നത്, നീ ഇറങ്ങി വരിക എന്നതാണ്. ആ ഒരു സ്നേഹത്തിൽ തന്നെ, ആ ഒരു കരുണയുടെ മിഴി ആ ഒരു നിമിഷം തന്നെ സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്കും പതിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അവിടെ നിന്ന് സക്കേവൂസ് ജീവിതം മാറി മറിയുന്നുണ്ട്. സക്കേവൂസ് തന്നെ തൻ്റെ വിശ്വാസം ഏറ്റു പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും എല്ലാവിധ ദൈവത്തിനെതിരായിട്ടുള്ള നിമിഷങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് അതെല്ലാം ഉപേക്ഷിക്കാമെന്നുള്ള പൂർണ്ണമായ ബോധത്തിന് ഒരു പുതിയ ജീവിതത്തിലേക്ക് താൻ കാലെടുത്ത് വെച്ചോളാം എന്ന് സക്കേവൂസ് അവിടെ ഏറ്റിച്ച് പറയുന്നുണ്ട്. അതൊരു കരുണയുടെ മിഴിയായിരുന്നു. എൻ്റെ ജീവിതത്തിലും ഈ കരുണയുടെ മിഴിയോടുകൂടി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ചേർക്കാൻ നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഈ സ്നേഹത്തിലേക്ക് എൻ്റെ ജീവിതം തന്നെ ചേർത്ത് പിടിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് പറ്റുന്നുണ്ട്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് നമ്മൾ എവിടെയാണ് എന്നുള്ള കാര്യമാണ്. ദൈവസന്നിധിയിലാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിലും വേദനകളിലും അസ്വസ്ഥതകളിലും ഒരു നിമിഷം തന്നെ നമുക്ക് കിട്ടാതെ പോയ ഒരു ഭാഗ്യമുണ്ടായിരുന്നു. പക്ഷെ അതിലുപരി ഈശോയുടെ കൂടെയായിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ക്ഷണം സ്വീകരിച്ച് അവൻ്റെ കൂടെയായിരിക്കാൻ എനിക്ക് വിളി ലഭിച്ചെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാനും നീയും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. ഈ തിരുവോസിയിലേക്ക് നമ്മുടെ ജീവിതം എന്തുമായിക്കൊള്ളട്ടെ, ഈശോയെ ഉറ്റു നോക്കുമ്പോൾ, ഈ സ്നേഹത്തിലേക്ക് നമ്മുടെ മിഴികൾ ഉറപ്പിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എന്നെ ഒരിക്കൽ പോലും ഈ സ്നേഹം ഉപേക്ഷിക്കില്ല എന്നുള്ള കാര്യം. ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനായിക്കൊള്ളട്ടെ, എത്രത്തോളം സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ പോലും എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു അന്ത്യമുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാകും. പക്ഷേ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ പറയുന്ന പോലെ അവിടുത്തെ സ്നേഹം അനന്തമാണ്. അതൊരിക്കൽ പോലും അസ്തമിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനായിക്കൊള്ളട്ടെ, ഏതൊരു മനുഷ്യബന്ധമായിക്കൊള്ളട്ടെ, അതെപ്പോഴെങ്കിലും തകർന്നു പോയേക്കാം, തളർന്നു പോയേക്കാം, മാറിപ്പോയേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അതന്നും ഇന്നും ഒരേപോലെയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ, നമ്മുടെ മിഴികളിൽ അവൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഉറപ്പിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എത്രത്തോളം ഈ സ്നേഹം എന്നെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്, എത്രത്തോളം ഈ സ്നേഹത്തിലേക്ക് എന്നെ തമ്പുരാൻ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ സർവ്വവും ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കാം. നമ്മളെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, ഈ ഒരു നിമിഷത്തിൽ പൂർണ്ണമായിട്ട് തമ്പുരാന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ സർവ്വവും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷമായിരിക്കാം. എത്രത്തോളം ഈ സ്നേഹം എന്നെ പൊതിഞ്ഞു പിടിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. സ്നേഹമുള്ളവരെ, സുവിശേഷം പരിശോധിക്കുമ്പോൾ കരുണയുടെ മിഴിയോടുകൂടി തമ്പുരാൻ ആവർത്തിക്കുന്ന ഒത്തിരിയേറെ സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ആ ഒരു പാപിനിയായ സ്ത്രീ, ആ ഒരു സമൂഹം തെറ്റിദ്ധരിക്കപ്പെട്ട് അവരോരോരുത്തരും അവളെ വിധിക്കുമ്പോഴും തമ്പുരാൻ ആ ഒരു സ്ത്രീയുടെ അടുത്ത് ചെന്ന് പറയുന്നത്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. സ്നേഹമുള്ളവരെ, കരുണയുടെ മിഴി അവിടെ ആവർത്തിക്കപ്പെടുകയാണ്. അത് ഒത്തിരിയേറെ ഇടങ്ങളിൽ സക്കേവൂസിൻ്റെ ജീവിതത്തിലാണെങ്കിലും, പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിലാണെങ്കിലും, കുരിശിലാണെങ്കിലും, എവിടെയാണെങ്കിലും ഈ കരുണയുടെ മിഴിയോടുകൂടി അവിടുന്ന് ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഞാനും അതുപോലെ തന്നെ ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ്. എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പോരായ്മകളും വേദനകളും സഹനങ്ങളും ആവർത്തിച്ചാലും കരുണയുടെ മിഴിയോടുകൂടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഞാൻ വിളിക്കപ്പെട്ടവനാണ്. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് പിടിക്കാം. സങ്കീർത്തകൻ 103:8 പറയുന്നത് പോലെ, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അതൊരിക്കൽ പോലും ആ ഒരു സ്നേഹത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല തമ്പുരാൻ. സ്നേഹമുള്ളവരെ,
ഇന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മൾ അലട്ടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടാവും. നമ്മൾ അലട്ടുന്ന ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളും എന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ സ്നേഹം എത്രത്തോളം എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഈ സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ചേർത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയുക. ഒരു ദിവസവും വിശുദ്ധ കുർബാനയിൽ ആ തിരുവോസ്തി നമ്മുടെ ഉള്ളിനുള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ തിരുവോസ്തി എൻ്റെ ജീവിതത്തിൽ അരിഞ്ഞു തീരുന്ന നിമിഷത്തിൽ നമ്മളെപ്പോഴും ഓർക്കണ ഒരു കാര്യം, എത്രത്തോളം അവരെനിക്ക് വേണ്ടി ചെറുതായി എന്നുള്ള കാര്യമാണ്. എത്രത്തോളം അവരെന്നെ സ്നേഹിക്കാൻ വേണ്ടി താഴ്ന്നു എന്നുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചുകൊണ്ട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ അനുവർത്തിച്ചുകൊണ്ട് ഈ സ്നേഹത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ മാറിപ്പോകാറുണ്ട്. സ്നേഹമുള്ളവർ തിരിച്ചറിയേണ്ടത്, ഈ സ്നേഹം ഒരിക്കൽ പോലും അസ്തമിക്കുന്നില്ല, അത് അനന്തമാണ്. ആ ഒരു സ്നേഹവിചാരത്തിലേക്ക് നമ്മുടെ ജീവിതം നമുക്ക് ചേർത്ത് പിടിക്കാം. ഈശോ എത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നു, എത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നു, എത്രത്തോളം ഈ സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. സങ്കീർത്തകൻ പറയുന്നത് പോലെ അവിടുന്ന് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനും അതുപോലെ തന്നെ പോയി ചെയ്തുകൊള്ളുക എന്ന് പറയുമ്പോൾ ഈ കാരുണ്യത്തിൻ്റെ പാഠങ്ങളാണ് എൻ്റെ ജീവിതത്തിലൂടെയും ഞാനും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തമ്പുരാൻ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ആ ഒരു കാരുണ്യത്തൊത്ത വിധം നമുക്ക് പലപ്പോഴും പെരുമാറാനോ അല്ലെങ്കിൽ അതനുസരിച്ച് അനുവർത്തിക്കാനോ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം, എത്രത്തോളം അവിടെ തന്നെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം തമ്പുരാൻ എന്നെ ചേർത്ത് പിടിക്കുന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാം. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യം അതിനാശ്വാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും, ഒപ്പം ഓൺലൈൻ ശുശ്രൂഷയിലേക്ക് ചേർത്ത് വയ്ക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അതെല്ലാം അവിടുത്തെ കരുണയുടെ വഴിയാൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. താഴത്തെ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആത്മാശ്വാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഈശോയെ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ആരാധന ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.